ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡേ 2. സോ നമ്മുടെ ഡേ 2 ആണ്. സോ രാവിലെ ഞങ്ങൾ ഒരുങ്ങി ഇത്ര കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് ബോയ്സ് നമ്മൾ കാറ് റെൻറ്റിന് പറഞ്ഞിട്ടുണ്ട്. സോ കാർ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ അടുത്ത് രേഷ്മ എടുത്ത് ഒരുക്കാൻ പറഞ്ഞു. സോ ഞാൻ രേഷ്മ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ കാറ് കൊണ്ടുവന്നിട്ട് നമ്മൾ കാറിലായിരിക്കും ഫുള്ള്. പക്ഷേ ഓട്ടോയും ഊബറും ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പാരഗണിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പാരഗണിൽ പോയി എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ നോക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദെൻ ഹൈലൈറ്റ് മാളിലോട്ട് പോകണം. ഹൈലൈറ്റ് മാളിൽ ഗോകാട്ടിങ് ചെയ്യുമായിരിക്കും, ഐ ഡോണ്ട് നോ. ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് പാട്രിയോട്ടിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. പാട്രിയോട്ട് കാണണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തെ SM സ്ട്രീറ്റിലൊന്ന് പോകുമായിരിക്കും. ദെൻ ഇന്ന് നൈറ്റ് റൂമിൽ തന്നെ ആയിരിക്കും. നമ്മൾ പുറത്തിറങ്ങുന്നില്ല. ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കഴിക്കുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മുടെ കാർ നമ്മുടെ കാർ കണ്ട റെയിനിനടുത്ത് നമ്മുടെ കാറിൽ AC ഉണ്ട്, പാട്ടുണ്ട്, ഡ്രൈവർ ഉണ്ട്, നാവിഗേറ്റർ ഉണ്ട്, പാസഞ്ചേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. വിധിച്ചേട്ടനാണ് നമുക്ക് ലൊക്കേഷനൊക്കെ ഇടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ വന്നിട്ടുണ്ടോ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെ പോകുന്നു? ചന്ദ്രേട്ടൻ്റെ ചായക്കട. അതല്ലേ അട്രാക്ഷൻ. ഇതൊരു റെസ്റ്റോറൻ്റ് ആകുള്ള പൈസ ആയിരിക്കണം. അതൊക്കെ അയക്കണം, പക്ഷെ അതങ്ങനെ. ഗായ്സ്, ഇതാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കട. ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ എന്തൊരു തിരക്കാടല്ലേ. ഇവിടെയാണ് ചന്ദ്രേട്ടൻ ചായക്കടയുടെ പാർക്കിംഗ്. ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട വഴി കൂടെ നടന്നു പോകണം. അങ്ങനെ വയറ് നിറഞ്ഞ് നമ്മൾ പോന്നു. നല്ല അടിപൊളി, അതെ, വയറും മനസ്സും നിറഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പുഴുക്കും മീൻകറിയും പത്തിരിയും പിന്നെ ഒരു കേരയാണോ കേദാറാണോ കേദാർ വറുത്തത്. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആര് വന്നാലും. പിന്നെ ചായ നമ്മൾ കിടത്തില്ല, ബിക്കോസ് ഹോട്ടല്ലേ. ചൂടത്ത് നമ്മൾ ചായ കുടിക്കുന്നത് എങ്ങനെയാ? നമ്മളിൻ്റെ വെള്ളം മാത്രം കുടിച്ചു. എല്ലാവരും കഴിച്ചു. പറയൂ. അമേസിങ്, സൂപ്പർ ആൻഡ് വെരി എക്സൈറ്റിംഗ്. അതെ, ആദ്യം ചേട്ടൻ കഴിച്ചേണ്ട വിയർത്ത്. ചേരച്ചിര, അരിയൊട്ടി, പത്തിരി, പുഴുക്ക്, പിന്നെന്താ പറയുക, അയല പൊരിച്ചത്, കേദാർ പൊരിച്ചത്. സോ സാറ്റിസ്ഫൈങ് ബ്രേക്ക്ഫാസ്റ്റ്. വളരെ മനോഹരമായിരുന്നു. സ്റ്റോറി അപ്ഡേറ്റ് ചെയ്ത് പോകുന്നു. നല്ല പിസ്ത വെള്ളം. ഗായ്സ്, നമ്മൾ അലിക്കട പിസ്തക്കടയിൽ നല്ല വയറ പിസ്ത മിൽക്ക് കുടിച്ച് സൂപ്പർ. നമ്മൾ രണ്ട് ഗ്ലാസ്, അതായത് ആദ്യം ഞങ്ങൾ എല്ലാവർക്കും ഓരോന്ന് മേടിച്ചിട്ട് പിന്നെ ഒരെണ്ണം നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ എക്സ്ട്രാ മേടിച്ചിങ്ങനെ മൊത്തം. സത്യം പറഞ്ഞാൽ ജില്ലാ കോടതിയുടെ തൊട്ടടുത്തായിട്ടാണ് അലിക്കട പുസ്തകക്കട. തുറക്കുമ്പോൾ ഒരു 11:30 ആവും കേട്ടോ. അപ്പോഴത്തേക്ക് വന്നാൽ മതി. പക്ഷെ സംഭവം സൂപ്പറാണ്. 20 രൂപയേ ഉള്ളൂ. എല്ലാവരും കുടിച്ചിട്ടുണ്ട്.
എല്ലാവരും സൈഡായി. നമ്മൾ നേരെ എവിടെ പോകുന്നു? നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോകുന്നു. ഹൈലൈറ്റ് മാളിൽ എന്തുണ്ട്? ഹൈലൈറ്റ് മാളിൽ നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് മുമ്പ് എനിക്കറിഞ്ഞോണ സിനിമ എങ്ങനെ ഉണ്ടെന്നൊന്നും പോയിട്ടൊക്കെ വന്നിട്ടൊക്കെ പറയാം അമ്മേ ഞാൻ എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് നമ്മള് ഇത്രേ ഉള്ള സിനിമ കണ്ടിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗോ കാർട്ട് വൈകുന്നേരത്ത് എന്താ കാർട്ടിൽ അങ്ങനെ ഒന്നുമില്ല, ഈ വണ്ടി എടുത്ത് ഓടിക്കും. നമ്മളെല്ലാരും മാറി മാറി ഓടിക്കും. ഗോ കാർട്ട് നമുക്ക് വൈകിട്ട് SM സ്ട്രീറ്റിലോട്ട് പോവാം. അതെ, അപ്പൊ ഇത്തിരി തണല. അവിടെ ഒരു കൂൾ ബാറില് അവിടെ കുറെ ഫുഡ് സ്പോട്ടുകളുണ്ട്. തിന്ന് നമ്മൾ തിന്നാൻ വേണ്ടിയാണ്. കോഴിക്കോട് വന്നാൽ കഴിക്കണം. അതാണ് അവിടെ കഴിക്കാനാണ് കഴിച്ച് വളരണം. അപ്പൊ നമ്മളിനി ഹൈലൈറ്റ് മാളിൽ കാണാം. ഓക്കെ, ബൈ. കണ്ട ഞങ്ങൾ മനപ്പുരത്ത് ഫ്രണ്ട്സിനെ തന്നെ നോക്കി വളച്ചു. അതേ ഡ്രസ് ഫ്രണ്ട്സിനെ തന്നെ നോക്കി വളച്ചത്. വളച്ചില്ല അവര്. ഗൈസ് ഇങ്ങനെ പലതും പറയാൻ നിങ്ങൾ മൈൻഡ് ആക്കണ്ട, വയ്യാത്ത കുട്ടിയാണ്. എല്ലാ ദിവസവും 9 മണിക്ക് മരുന്നൊക്കെ കഴിയും. ഇൻഫ്ലുവൻസറിനെ ഒന്ന് സൂക്ഷിക്കണം. മരുന്ന് സമയത്തിന് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ട്. മാരകമായ പ്രശ്നമുണ്ട്. കൊച്ചിന്റെ ഫോണിൽ അലാറത്തിന്റെ അടിച്ചാലേ കൊച്ചു മരുന്ന് വിഴുങ്ങുകയുള്ളൂ. വേറെ ആരുടെ അടുത്തും അലാറം വെക്കാൻ സംഭവിക്കില്ല. എങ്ങനെയാണ് വിൻമോന്റെ ഒരു ബൈ ആണെങ്കിൽ നമുക്ക് സൈൻ ഓഫ് ചെയ്യായിരുന്നു. വിവിൻ മോനെ തിരിഞ്ഞൊരു ഹായ് ബൈ കൊടുക്കാവും. തിരിയത്തില്ല, ചത്താലും തിരിയത്തില്ലടി. വിപിൻ ചേട്ടന്റെ ഫാൻസ് ഒക്കെ ഇപ്പൊ വിഷമമായി കാണും. ഓ വിപിൻ ചേട്ടനെ കാണാനായിട്ട് നമ്മുടെ ഫൈനൽ ഡേ ആണ്. അതായത് നമ്മൾ ഇന്നലെ ഹൈലൈറ്റ് മാളിൽ പോയി. ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മള് സിനിമ കാണാൻ പോകുവാന്ന്. അവിടെ ചെന്നിട്ട് മാളൊക്കെ എല്ലാ മാളും ഒരുപോലെയാണ്. പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യാത്ത. പിന്നെ എന്ന് വെച്ചാൽ മാളില് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടോന്ന്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. വൈകിട്ട് പിന്നെ ഛർദിച്ച് വെയിലടിച്ചിട്ട് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ പിന്നെ വീട്ടിലെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഗായ്സ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാരഗണിലാണ് വന്നത്. ഈ പാരഗൺ ഗായ്സ് നമ്മൾ പാരഗണിൽ നല്ല ബ്യൂട്ടിഫുൾ അപ്പവും ഫിഷ് മോളിയാണോ ഫിഷ് മാംഗോ കറി അതാണോ ഫിഷ് മോളി? എനിക്ക് അറിഞ്ഞൂടാ. രണ്ടാണല്ലേ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഓക്കെ, അപ്പൊ അതല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി വായിലിങ്ങനെ ആ ഫിഷും ഏത് മോളെ ഫിഷ് ആക്ച്വലി തേങ്ങാപ്പാലെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ തേങ്ങാപ്പാലിന്റെ ഒക്കെ ഒരു ഇതിങ്ങനെ അല്ലേ വിരിച്ചേട്ട വായിലൊക്കെ ഉണ്ടാ ഒലിക്കുന്നു. അല്ലേ വിരിച്ചേട്ടാ? ഗായ്സ് ഞാൻ ഭയങ്കരമായിട്ട് ഈ സമയം എടുത്ത് ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല ഫുഡാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ വായിക്കി ഇവനെ കൊടുക്കുന്നത്. ഒറിജിനൽ പാരഗണിലാണ്, അതായത് പാരഗൺ ഒറിജിൻ ചെയ്ത ഇതാണ്. ഇതിന്റെ സ്ഥലം എന്ന് പറയുമ്പം ഒരു പാലം ഇറങ്ങി വരുമ്പോഴാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? ഇവിടെ എന്തോന്ന് പാലത്തിന്റെ പേര്? ഓക്കെ, നമ്മൾ SM സ്ട്രീറ്റിലോട്ട് പോവുകയാണ്. ഇതല്ല ഒറിജിനൽ പാരഗൺ. ഈ സ്ഥലത്തിന്റെ പേരെന്തോന്ന്? 1930 എന്ന ഒറിജിനൽ. അങ്ങോട്ട് റൈറ്റ്. കണ്ണൂർ വയനാട് എന്തോ ഒരു സ്ഥലത്തിന് ഓപ്പോസിറ്റ് KTC ഹോണ്ട ഷോറൂം. അതെ, ഓപ്പോസിറ്റ് KTC ഹോണ്ട ഷോ. അതായത് ഒരു പാലം ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഇത്. Sorry, wait. We are going the wrong way. നീ ലെഫ്റ്റ് എടുക്ക്. മണ്ടമാർക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ.
ഉണ്മയാണോ? അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടേല് താക്കോല് ഞാൻ സ്ട്രീറ്റിൽ പോകുന്ന SM സ്ട്രീറ്റിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. നമ്മൾ ആ പാതയോരങ്ങളിലൂടെ സഞ്ചരിച്ച് കടകളൊക്കെ കണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് അതെ അവിടെ ഒരു കലന്തൻ സ്കൂൾ ബാർ ഉണ്ട്, ഫേമസ് സ്കൂൾ ബാർ, ഗുജറാത്തി സ്ട്രീറ്റ് തന്നെ. എന്നിട്ട് നമ്മള് കുറ്റിച്ചിറയിൽ നമ്മള് ബിരിയാണി കഴിക്കും. അതാണ് അടുത്തത്. നല്ല സുഖമാണ്. ഒരു കൊച്ചു സൂമില്ലല്ലോ. നമ്മൾ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയിലേക്ക് ഊർന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ അതിമനോഹരമായ പാർക്ക്. നമ്മൾ ദാഹജലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ന്യൂസ് വായിക്കുന്ന 24 വിപിനൊന്ന് മാറും. ബാക്കിൽ ആളുണ്ട്, വീഡിയോ എടുക്കുന്നതൊക്കെ കൊള്ളാം. ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവരും കൂടെ എടുത്തിട്ട് അടിക്കും. എന്തോ കലക്ക് വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഒരു സംഭാരം കുടിക്കുന്നത് കൊള്ളാന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ കണ്ടടപ്പിൽ നിന്ന് നമുക്ക് അമേസിങ് അമേസിങ്. കുടിച്ചിട്ട് വിപിൻ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കും കൂടെ അല്ല ഒരെണ്ണം മതി. ഇതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നല്ലേ, ഇതായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. ഈ സന്തോഷം, ആ സന്തോഷം നമുക്ക് കാണാം. എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണാം. എല്ലാവരുടെ മുഖത്തും. ഗായ്സ്, നമ്മൾ ആർച്ചയുടെ വീട്ടിൽ വന്നു. ആർച്ച നമുക്ക് ഗംഭീരമായി ഫുഡ്. ഇന്ത്യ മുഹമ്മദ് ഖാ സർബത്ത് അവിടെ, മുഹമ്മദ് ഖാ സർബത്ത്, തണ്ണിമത്തനും മുഹമ്മദ് ഖാ സർബത്ത്.
അപ്പൊ ഗായ്സ് അത്രേ ഉള്ളൂ. എന്റെ കോഴിക്കോടൻ വ്ളോഗൊക്കെ തീർന്നു. നമ്മള് വീട്ടിൽ പോവാണ്. അത്ര അല്ല, അത് നിങ്ങൾ ഇതുവരെ കണ്ട അത്രേ ഉണ്ട്. നമ്മളിന്റെ ഇടയ്ക്ക് വെച്ച് ആർച്ചയുടെ വീട്ടിൽ പോയി. അതാണ് ആ ക്ലിപ്പ്, ഉണ്ടാക്കിയുള്ള ക്ലിപ്പ്. എന്നിട്ട് ആർച്ച നമുക്ക് ഫുഡൊക്കെ തന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. എന്നിട്ട് അവിടെ നമ്മൾ ഫ്രഷ് ആയിണേ. ഫ്രഷ് ആയിട്ട് നമ്മളിപ്പം നമ്മുടെ ബസ്, അതായത് ഇപ്പൊ ഞാനും നീരിചേട്ടനും ആദ്യത്തെ ബസ്സിൽ പോകും. ഇവര് രണ്ടുപേരും വേറെ ബസ്സിൽ വരും. ഇവര് വേറെ ബസ്സിൽ, ബിബിനും ദേവരും വേറെ ബസ്സിൽ. It's bye time, guys. We really had a great fun. ഗായ്സ് ഫൈനലി നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഇങ്ങനെ കോഴിക്കോട് ഇത്രയേ ഉള്ളൂ, തീർന്നു.